Polarization. ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ രണ്ട് രീതിയിൽ പോളറൈസ്ഡ് ആവും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബേസിക്കലി ഡൈഇലക്ട്രിക് മെറ്റീരിയലിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് പോളാർ ഡൈഇലക്ട്രിക്, which has an inbuilt dipole moment, and when this material placed in a uniform electric field, this dipoles will orient in the direction of field and you will get a net dipole moment. In the absence of electric field, the dipoles oriented in random directions and net dipole moment will be zero. So for polar dielectric, without field there is no net dipole moment, but in presence of a uniform electric field, all the dipoles align in the direction of field and you will get a net dipole moment, bit dipole moment, or randomly oriented. In presence of field, ഒരു ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ they will arrange parallel to the field to produce the net dipole moment. But in the case of non-polar dielectric, there is no net dipole moment for each atom or molecule, no inbuilt dipole moment. But in presence of a field, in presence of an electric field, there will be an induced dipole moment. The mechanism ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. There will be an induced dipole moment. So both polar and non-polar dielectric, when you apply a uniform electric field, there will be an induced dipole moment. And polarization is the net dipole moment of a dielectric per unit volume. So it is usually represented as capital P. It is equal to dipole moment per unit volume. P is called polarization. This dipole moment can be either due to the induced dipoles or due to the already existing dipoles orient parallelly to the electric field. ഒന്നുകിൽ അത് പുതിയതായിട്ട് ഇൻഡ്യൂസ് ചെയ്തതാവാം, അല്ലെങ്കിൽ അത് ഓൾറെഡി ഉള്ളതെല്ലാം ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്തിട്ടുണ്ടായതാവാം. എങ്ങനെയായാലും ആ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും, പോളാർ മോളിക്യൂൾ ആയാലും നോൺ പോളാർ മോളിക്യൂൾസ് ആയാലും. അങ്ങനെ ഉണ്ടാകുന്ന നെറ്റ് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം, അതിനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ. Now electric field of a polarized object. ഇപ്പോൾ നിങ്ങൾ ഒരു ഡൈഇലക്ട്രിക്കിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് പോളറൈസ് ചെയ്യും. പോളറൈസേഷൻ രണ്ട് കാരണങ്ങൾ കൊണ്ടാവാം. ഒന്ന്, ഓൾറെഡി ഉള്ള ഡൈപോൾസ് ഒക്കെ ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡൈപോൾ. ഇത് രണ്ടായാലും നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ആ മെറ്റീരിയലിൽ പെർ യൂണിറ്റ് വോളിയം ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അതിനെയാണ് പോളറൈസേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഡൈപോൾസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഒരു പോളറൈസ്ഡ് ഒബ്ജക്റ്റ്
ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ സപ്പോസ് യു ഹാവ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആൻഡ് യു ഹാവ് dipole moment like this at this point. This is dipole moment P. Then at a point here, the potential is given by, if this distance is a running letter R, and this angle is theta, then the potential at this point due to this dipole is given by V of R is equal to 1 by 4 pi epsilon 0 P dot R cap divided by R square. This is the potential due to an ideal dipole. This we already derived in the case of multipole expansion. ഇവിടെ നിങ്ങൾ റണ്ണിംഗ് ലെറ്റർ R ആണ് ഈ ഡൈപോൾ എന്നുള്ള ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ പി ഡോട്ട് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ P. Potential due to a dipole P at a distance R. Here P, you can write it as capital P of R prime d tau prime. ഒരു പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ പി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഡി ടോ പ്രൈം വോളിയം എടുത്തു. ഡി ടോ പ്രൈം പ്രൈംഡ് കോർഡിനേറ്റ്സ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു, സോഴ്സ് എന്നുള്ള ഇത് കാണിക്കാനാണ് പ്രൈംഡ് കോർഡിനേറ്റ്സ് എടുക്കുക. ഫീൽഡ് എന്നുള്ള സ്ഥലം കാണിക്കാനായിട്ടാണ് നമ്മൾ അൺപ്രൈംഡ് കോർഡിനേറ്റ്സ് എടുക്കുക. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റിലേക്ക് ഒറിജിൻ എന്നുള്ള വെക്ടർ വരയ്ക്കുന്നതാണ് വെക്ടർ ആർ. ദിസ് ഈസ് വെക്ടർ ആർ. ഈ പോയിന്റിലേക്ക് ഇവിടുന്ന് വരയ്ക്കുന്ന ദൂരമാണ് റണ്ണിംഗ് ലെറ്റർ ആർ പ്രൈം. റണ്ണിംഗ് ലെറ്റർ ആർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡൈപോളിൽ നിന്ന് പോയിന്റിലേക്ക്, ഏത് പോയിന്റത്തെയാണോ ഇവാലുവേറ്റ് ചെയ്യുന്നത് അവിടേക്കുള്ള ലെറ്ററാണ് റണ്ണിംഗ് ലെറ്റർ ആർ. ആർ പ്രൈമും ആറും റെസ്പെക്റ്റീവ്ലി ഫീൽഡ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന, അല്ലെ പൊട്ടൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് ഒറിജിൻ എന്നുള്ള ദൂരവും സോഴ്സിലേക്ക് ഒറിജിൻ എന്നുള്ള ദൂരമാണ് ആറും ആർ പ്രൈം. ഓക്കെ, ആറും ആർ പ്രൈം. ദിസ് ഈസ് ആർ പ്രൈം. അപ്പോൾ എനിക്ക് ഒരു പി എന്നുള്ള ഡൈപോൾ മൊമെന്റ് ഉണ്ടെങ്കിൽ അത് ഈ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണിത്. പക്ഷെ ഈ കേസിൽ എനിക്ക് ആ ഡൈപോൾ മൊമെന്റിന് പകരം ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 P of R prime d tau prime dot R cap divided by R square. Okay, this is potential due to this particular element. Total potential എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ചെയ്താൽ മതിയാവും. സോ യു ഇന്റഗ്രേറ്റ് ദിസ്. ഈ ഒരു ടോട്ടൽ ഡൈഇലക്ട്രിക് ഒബ്ജക്റ്റ് കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു വോളിയത്തിലുള്ള ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞത് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? പോളറൈസേഷൻ എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ആണ്. ഇപ്പൊ ഡി ടോ പ്രൈം വോളിയത്തിലെ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ പി ഡി ടോ പ്രൈം ആണ്. ഡോട്ട് ആർ ക്യാപ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുക ഓവർ ദി ഹോൾ മെറ്റീരിയൽ ഓഫ് ദി ഡൈഇലക്ട്രിക്. then you will get total potential at the point A. Okay, now you have del prime 1 by R. del prime എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I dou by dou x prime plus J dou by dou y prime plus K dou by dou z prime. പ്രൈംഡ് കോർഡിനേറ്റിനനുസരിച്ചുള്ളതാണ്. 1 by R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ റണ്ണിംഗ് ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റണ്ണിംഗ് ലെറ്റർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ആർ മൈനസ് ആർ പ്രൈം. കാരണം ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് ഇതിനകത്തുനിന്ന് എനിക്ക് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? വെക്ടർ ആർ ഈസ് ഈക്വൽ ടു ആർ പ്രൈം
പ്ലസ് ആർ എന്ന് എഴുതാം, റണ്ണിങ് ലെറ്റർ ആർ. സോ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ പ്രൈം. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ആർ മൈനസ് ആർ പ്രൈം ആയി. വാട്ട് ഈസ് മോഡുലസ് ഓഫ് ആർ മൈനസ് ആർ പ്രൈം? ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് പ്രൈം സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ പ്രൈം സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് സെഡ് പ്രൈം സ്ക്വയർ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ പ്രൈം 1/r is equal to I cap dou by dou x prime of x minus x prime square plus y minus y prime square plus z minus z prime square raised to minus half. എന്തുകൊണ്ടാണ് ഈ റൂട്ട് വരുമ്പോൾ ഹാഫ് വരും, പക്ഷേ അത് ഡിനോമിനേറ്ററിലാണ്, ഹോൾ റേസ് ടു മൈനസ് ഹാഫ് വരും. പ്ലസ് ജെ ക്യാപ് ഡോ ബൈ ഡോ വൈ പ്രൈം ഇത് തന്നെ, ഇത് കണ്ടിന്യൂ ചെയ്യും. ഇതിൽ ഫസ്റ്റ് ടൈം മാത്രം ചെയ്യുക, ബാക്കിയുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്രൈം ആണ്. ആദ്യം നിങ്ങൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് പ്രൈം ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ പ്രൈം ദി ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് സെഡ് പ്രൈം ദി ഹോൾ സ്ക്വയർ വരും. ഇൻറ്റു 2 ടൈംസ് എക്സ് മൈനസ് എക്സ് പ്രൈം വരും, ഇൻറ്റു ഒരു -1 വരും. വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്രൈം ആണ് ഡെറിവേറ്റീവ് എന്നുള്ളതുകൊണ്ട് പ്ലസ് എക്സ്. സോ ഈ മൈനസും ഈ മൈനസും പ്ലസ് ആവും. ഹാഫിലെ ഈ 2ഉം ഈ 2ഉം വെട്ടിപ്പോവും. ബാക്കി എന്താ കിട്ടുക എനിക്ക്? ഇവിടെ മൈനസ് ഹാഫ് ഇൻറ്റു ദിസ് റേസ്ഡ് ടു -3/2 ആയിരിക്കും. സോ മൈനസ് പ്ലസ് ആയി ഐ ക്യാപ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് പ്രൈം ഡിവൈഡഡ് ബൈ x minus x prime the whole square plus y minus y prime the whole square plus z minus z prime the whole square raised to 3/2 വരും. മുകളിൽ -3/2 ആണ്, താഴെ വരുമ്പോൾ 3/2 വരും. അടുത്ത ടൈം എന്തായിരിക്കും വരിക? ജെ ക്യാപ് ഇൻറ്റു വൈ മൈനസ് വൈ പ്രൈം ആയിരിക്കും മുകളിൽ വരിക. ഓക്കെ, അതിൻ്റെ അടുത്ത ടൈം സെഡ് മൈനസ് സെഡ് പ്രൈം ആയിരിക്കും മുകളിൽ വരിക. ബാക്കി ഡിനോമിനേറ്റർ എല്ലാത്തിലും സെയിം ആയിരിക്കും. സോ ജെ ക്യാപ് ഇൻറ്റു വൈ മൈനസ് വൈ പ്രൈം plus k cap into z minus z prime. This is vector r. മുകളിലുള്ള വെക്ടർ ആർ ആണ്. താഴെയുള്ളത് എന്താണ്? താഴെയുള്ളത് വെക്ടർ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് റേസ് ടു 3 ആണ്. വെക്ടർ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് റേസ് ടു 3. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് r cap divided by r square. So del prime 1/r is equal to r cap divided by r square. ഇത് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം del of 1/r ചെയ്തിരുന്നെങ്കിൽ you will get minus r cap by r square. ഒരു മൈനസ് സൈൻ വന്നേനെ. കാരണം എന്താ? നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു അൺപ്രൈംഡ് കോർഡിനേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പ്രൈംഡ് കോർഡിനേറ്റ് ആണ്, ഡോ ബൈ ഡോ എക്സ് പ്രൈം ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു -1 വന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്രൈം ചെയ്തതുകൊണ്ട്. അതേസമയം ഈ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ഇവിടെ ഇൻറ്റു -1 വരെ ഇൻറ്റു 1 ആ വരിക. അപ്പോൾ ഈ ഒരു മൈനസ് അവിടെ നിൽക്കും. സോ മൈനസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഇപ്പോൾ ഡെൽ എടുക്കുന്നതും ഡെൽ പ്രൈം എടുക്കുന്നതും വ്യത്യാസമുണ്ട്. പ്രൈംഡ് കോർഡിനേറ്റിലെ ഗ്രേഡിയന്റ് എടുക്കുന്ന സമയത്ത് 1/r എടുത്താൽ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ആണ് വരിക. അൺപ്രൈംഡ് കോർഡിനേറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഗ്രേഡിയന്റ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി മൈനസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ. സോ ഇവിടെ എനിക്ക് വി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1/4πε0 integral p of r prime into r cap by r square എന്ന് എന്തെഴുതും? del prime 1/r prime. ഇനി വേറൊരു ഐഡന്റിറ്റി ഉണ്ട്. ഗ്രേഡിയന്റ് ഓഫ് എ സ്കാലാർ ഇൻറ്റു എ വെക്ടർ phi a. It is phi into del dot a plus a dot del phi. That means a dot del phi is equal to del phi a minus phi into del dot a. ഇവിടെ നിങ്ങൾക്ക് എയുടെ സ്ഥാനത്ത് പിയും ഫൈയുടെ സ്ഥാനത്ത് 1/r ആണ്. Therefore p dot del prime
1 by r is equal to del prime of 1 by r p minus 1 by r into del prime dot p. Del prime dot p. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മുകളിൽ വി ഓഫ് ആറിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഓഫ് ആർ ഇസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 integral del prime p by r d tau prime, del prime p by r d tau prime minus this del prime dot del dot phi a, okay, del dot phi a is equal to phi into del dot a plus a dot del phi. So this becomes del prime dot, this becomes del prime dot minus next term is this bracket is common, minus 1 by r del prime dot p d tau prime. ഓക്കെ, രണ്ട് ടൈം ഉണ്ടാവും. ഒന്ന് ഡെൽ പ്രൈം ഡോട്ട് പി ബൈ ആർ ഡി ടോ പ്രൈം, അടുത്തത് ഇന്റഗ്രൽ 1 by r del prime dot p d tau prime. Okay. Now using Gauss divergence theorem, volume integral del dot a d tau is surface integral a dot dA. Okay, therefore volume integral del prime dot p by r d tau prime will be equal to surface integral p by r dot dA prime. Therefore v of r becomes 1 by 4 pi epsilon 0. അതിലെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് സർഫസ് ഇൻറ്റഗ്രൽ p by r dot dA prime ആവും. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് മൈനസ് 1 by 4 pi epsilon 0 1 by r del prime dot p d. സെക്കൻഡ് ടൈമിന് ഒന്നും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമിന് മാത്രം നമ്മൾ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്തു. അപ്പോൾ അത് സർഫസ് ഇൻറ്റഗ്രലായിട്ട് മാറും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ടൈമിനെ ഞാൻ ഇങ്ങനെ എഴുതാമെന്ന് വിചാരിക്കുക. വി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 സർഫസ് ഇൻറ്റഗ്രൽ സിഗ്മ ബി ഡി എ പ്രൈം ഡിവൈഡഡ് ബൈ ആർ സിഗ്മ ബി ഡി എ പ്രൈം. ഇത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. രണ്ടാമത്തെ ടൈമിനെ മൈനസ് 1 by 4 pi epsilon 0 മൈനസിന് വരെ ഇവിടെ പ്ലസ് ഇടുകയാണെങ്കിൽ റോ ബി ബൈ ആർ ജി ടോ പ്രൈം ഇങ്ങനെ എഴുതിയെന്ന് എഴുതുക. വാട്ട് ഈസ് സിഗ്മ ബി? സിഗ്മ ബി ഈസ് പി ഡോട്ട് എൻ ക്യാപ്, ഡി എ പ്രൈമിനെ ഡി എ പ്രൈം വെക്ടറിനെ ഇങ്ങനെ എഴുതാം. ഇത് ഡി എ പ്രൈം വെക്ടർ ആണ് ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ. ഡി എ പ്രൈം വെക്ടറിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ഡി എ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് എഴുതാം. അപ്പോൾ ഡി എ പ്രൈം വെക്ടറിനെ ഡി എ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് എഴുതി. പി ഡോട്ട് എൻ ക്യാപ്പിന് പകരം സിഗ്മ ബി എന്ന് വിളിച്ചു. റോ ബി എന്നുള്ളത് ഏതിന് പകരമാണ്? മൈനസ് ഡെൽ പ്രൈം ഡോട്ട് പിക്ക് പകരം ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്ത് ഇവിടെ പ്ലസ് ഇട്ടു. മൈനസ് ഡെൽ പ്രൈം ഡോട്ട് പിക്ക് പകരം റോ ബി എന്ന് എഴുതി. ഓക്കെ, സോ സിഗ്മ ബി ഇസ് ഈക്വൽ ടു പി ഡോട്ട് എൻ ക്യാപ് ഇസ് equivalent to a surface charge density rho b is equal to minus del prime dot p is equivalent to
volume charge density. Volume charge density. Okay. Therefore, potential due to a dielectric, potential due to a dielectric with polarization P is equivalent to the sum of potential due to a surface charge P dot n and potential due to a volume charge density minus del dot. ഒരു ഡൈഇലക്ട്രിക്കിന്റെ പി പോളറൈസേഷൻ ഉള്ള ഒരു ഡൈഇലക്ട്രിക് ഒരു ഔട്ട്സൈഡ് പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലന്റ് ടു എ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ്ഡ് ബൈ എ സർഫസ് ചാർജ് ഡെൻസിറ്റി പി ഡോട്ട് എൻ ക്യാപ് ആൻഡ് sum of potential produced due to a surface charge density P dot n cap and potential produced by a volume charge density minus del dot P. And these charge densities sigma B and this rho B are called bound charge densities. ഇതിനെ വിളിക്കുന്ന പേരാണ് bound charge densities. Okay.